എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് എങ്ങനെയാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒന്ന്. രണ്ടാമത്തെ സിപ്പ് ഫയൽ എങ്ങനെയാണ് ചെയ്യുക, മൂന്നാമതായിട്ട് എങ്ങനെയാണ് ഫോൾഡറിന് റിനെയിം ചെയ്യുക. പിന്നെയുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാർട്ടിലൂടെയാണ് നമ്മൾ പ്രോഗ്രാം എടുക്കുന്നത് അല്ലേ. ഏത് പ്രോഗ്രാം ആയിക്കോട്ടെ, സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് എങ്ങനെയാണ് വേറൊരു രീതിയിലും കൂടി നമുക്ക് എടുക്കുന്നത് നോക്കാം. എങ്ങനെയാണ് ഡെസ്ക്ടോപ്പിൽ നിന്നുകൊണ്ട് തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാതും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. തുടക്കക്കാർക്കായിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറേ കോഴ്സ് കഴിഞ്ഞാലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഒരു ഫയല് ഫോൾഡറിലേക്ക് എങ്ങനെ ഇടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുറേ കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ് നന്നായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. എല്ലാവർക്കും ഉപകാരമുള്ള ഫയലുകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ക്ലാസ് നന്നായിട്ട് കാണണം, ഷെയർ ചെയ്യണം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് മൈക്രോസോഫ്റ്റ് വേർഡിൽ തന്നെ, മൈക്രോസോഫ്റ്റ് വേർഡല്ല, ഇന്നത്തെ ക്ലാസ് എന്താണ്, ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സിപ്പ് ഫയൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, നോക്കാം എങ്ങനെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ന്യൂ കൊടുക്കുക എന്നാണ് ന്യൂവിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഫോൾഡർ. ഓക്കെ, അപ്പോൾ ഫോൾഡർ ഇവിടെ വന്നു. അതിൽ ന്യൂ ഫോൾഡർ ഫോർന്ന് നീല കളറായിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ നീല കളർ കാണുന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം, നമുക്ക് ടൈപ്പ് ചെയ്താൽ വേറെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് അവിടെ പുതിയ പേര് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. കണ്ടോ, കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് വന്നു, ആ ഫയൽ സേവ് ആയി. ഇങ്ങനെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫോൾഡറിന് റിനെയിം ചെയ്യണം അല്ലേ. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റിനെയിം ചെയ്യണം. കണ്ടോ, റിനെയിം എന്താണ്, വേറൊരു പേരും കൂടി കൊടുക്കാം. വേണ്ട, വേറൊരു പേര് കൊടുക്കാം. ഫയൽ എന്നാണ് അതിൻ്റെ പേര് കൊടുത്തത്. അതിനുശേഷം പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്താലേ എന്താവുള്ളൂ, പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ എന്താവുള്ളൂ, അത് സേവ് ആക്കുള്ളൂ. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു ഫയൽ എന്നാണ് ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ ഫയൽ വീണ്ടും വേറൊരു പേര് കൊടുക്കണമെങ്കിൽ ഇവിടെ വെച്ച് വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് റിനെയിം കൊടുക്കുക. വേറൊരു പേര് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഫയൽ തന്നെ ക്യാപിറ്റലായിട്ട് കൊടുത്തു. ഓക്കെ, പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ അത് സേവ് ആയി. ഇങ്ങനെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ഫോൾഡറിലേക്ക് എങ്ങനെയാണ് ഒരു ഫയൽ കയറ്റിയിടുക എന്നാണ് പഠിക്കുന്നത്. ഇവിടെ കുറേ ഫയലുകളുണ്ട് അല്ലേ, ചെയ്ത വർക്കുകളും ഫോൾഡറായിട്ടും എല്ലാതും. ഫയൽ മാത്രമല്ല, ഫോൾഡറും നമുക്ക് ഒരു ഫോൾഡറിനുള്ള വേറൊരു ഫോൾഡറും കൂടി നമുക്ക് കയറ്റി കൊടുക്കാവുന്നതാണ്. ഇവിടെ കുറേ ഫോൾഡർ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ക്ലാസ് എന്നുള്ളൊരു ഫോൾഡർ, ഫയൽ ആയാലും കുഴപ്പമില്ല, ക്ലാസ് ആയാലും ഫോൾഡർ ആയാലും കുഴപ്പമില്ല. എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫയലിലേക്ക് ഡ്രാഗ് ചെയ്യുക. കേട്ടോ, ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ഫയലിൻ്റെ ഫോൾഡറിലേക്ക് അത് കയറിയിട്ടുണ്ടാവും. ഇനി ഹയർ എന്ന് പറഞ്ഞാൽ ഫോൾഡർ കണ്ടോ, ഇതുപോലെ ഡ്രാഗ് ചെയ്തിടുക. അപ്പോൾ അതും കയറി. ക്ലാസ് എന്ന് പറഞ്ഞതും ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. നെക്സ്റ്റ് ഹയർ എന്നുള്ളതും കയറ്റിയിടുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഫോൾഡർ, നമ്മുടേതായ ഒരു ഫോൾഡർ, നമ്മുടെ പേര് വെച്ചിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ഇതെല്ലാതും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോൾഡറിനുള്ളിൽ സേഫായിട്ട് അവിടെ ഇരുന്നോളും. പെട്ടെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഉള്ള കാര്യങ്ങളാണ് ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് ഫയലുകൾ കിട്ടണം. അപ്പോൾ നമുക്കൊരു പെട്ടിയുള്ളിൽ ഇടണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഫോൾഡറിലേക്ക് നമുക്ക് സേവ് ചെയ്തിട്ടാൽ പെട്ടെന്ന് നമുക്ക് ആ ഫയൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫയലൊന്ന് ഓപ്പൺ ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാ ഫോൾഡറായിട്ടും ഫയലായിട്ടും എല്ലാതും ഇവിടെ വന്ന് എടുക്കുന്നുണ്ടാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതും അതിലേക്ക് ഫയൽ ആഡ് ചെയ്യുന്നതും. ഓക്കെ, ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് പഠിക്കാനുള്ളത്, ഇനി ഈ ഫോൾഡറിനെ ജസ്റ്റ് ഒന്ന് നീക്കിയൊക്കെ വെക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നീക്കി വയ്ക്കാവുന്നതാണ്. പുതിയ കുട്ടികൾക്കായിട്ടാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും ഇത് അറിയായിരിക്കും, പക്ഷേ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒരു ക്ലിപ്പാർട്ട് എന്ന് പറഞ്ഞത് കണ്ടോ, ഇതുപോലെ ക്ലിപ്പാർട്ട് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അല്ലെങ്കിൽ എന്താണ്, റിസൈക്കിൾ ബിൻ, അങ്ങനെ കുറേ ഫയലുകളുണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നെയിം ലിസ്റ്റ് കണ്ടോ, ഇവിടെ ഇത് കണ്ടോ, നെയിം ലിസ്റ്റ്. ഇപ്പം ഞാൻ ഇനി എടുക്കാൻ പോകുന്നത്, നെക്സ്റ്റ് ഇനി ഒരു ഫയലിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫോൾഡറിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം
അതാണ്. അപ്പോൾ ഈ നെയിം ലിസ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. ഇതിനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ത് ചെയ്യണം? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. നെക്സ്റ്റ് യെസ് കൊടുക്കുക. അപ്പോൾ എന്താകുന്നു? അത് റിസൈക്കിൾ ബിന്നിലേക്കാണ് പോകുന്നത്. ഇതിവിടെ കണ്ടോ ഒരു ബക്കറ്റ് പോലത്തെയുള്ള സംഭവം, അതിലേക്കാണ് പോകുന്നത്. ഡിലീറ്റ് ചെയ്തതൊക്കെ ഇതിലേക്ക് പോകും. അപ്പോൾ ക്ലിപ്പാർട്ടും കൂടി നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, എന്ത് ചെയ്യണം? ഡിലീറ്റ് കൊടുത്തു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആർ യു ഷുവർ യു വാണ്ട് ടു മൂവ് ദിസ് ഫോൾഡർ ടു ദ റിസൈക്കിൾ ബിൻ? ഈ ഫോൾഡർ റിസൈക്കിൾ ബിന്നിലേക്ക് പോകണോ എന്നാണ് ചോദിക്കുന്നത്. നോ കൊടുത്താൽ അത് അവിടെ തന്നെ നിൽക്കും, യെസ് കൊടുത്താൽ അങ്ങോട്ട് പോകും. കണ്ടോ? യെസ്. ക്ലിയർ? ഇനി ആ ഡിലീറ്റ് ചെയ്തത് എനിക്ക് വേണം, ഇങ്ങോട്ട് തന്നെ വീണ്ടും അത് എടുത്തിടണമെങ്കിൽ, പെട്ടെന്ന് നമ്മുടെ കൈകൊണ്ട് ഡിലീറ്റ് ചെയ്താലും നമുക്കത് ഫയൽ കിട്ടണ്ടേ? അപ്പോൾ ആ ഫയലിനെ നമുക്ക് തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. റിസൈക്കിൾ ബിൻ ഓപ്പൺ ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് വേണം? ഇവിടെ നിന്ന് ഇവിടേക്ക് പോകണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ക്ലിപ്പാർട്ടിനെയാണ് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരേണ്ടത്. ക്ലിപ്പാർട്ട് ഫോൾഡർ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുക. എന്നാണ് റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെ നിന്നാണോ നമ്മൾ ഡിലീറ്റ് ചെയ്തത് അവിടേക്ക് അത് മൂവ് ആയിട്ടുണ്ടാവും. ഇത്രയും മനസ്സിലായല്ലോ? നെയിം ലിസ്റ്റും നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് ചെയ്യുന്ന? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതും എന്തായി? അത് അവിടേക്ക് പോയിട്ടുണ്ടാകും. ഓക്കെ, കണ്ടോ? നെയിം ലിസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫയലിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ റിസൈക്കിൾ ബിന്നിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണെന്ന് വിചാരിക്കാം, നോക്കാം. നെക്സ്റ്റ് എന്താണ്? സിപ്പ് ഫയൽ. എങ്ങനെയാണ് ഒരു സിപ്പ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ഫയലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഫയലിനുള്ളിൽ വേറൊരു ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടേതായ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് സിപ്പ് ഫയൽ ചെയ്യാനായിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ന്യൂ കൊടുത്തു, അതുപോലെ തന്നെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ ഒരു ഫയൽ മെനു എന്നാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ? ഫയൽ മെനു എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സേവ് ആയി. ഇത്രയും മനസ്സിലായല്ലോ? ഇതിനുള്ളിൽ ഒരു ഫയലിനെ നമ്മൾ കയറ്റിയിടണം അല്ലേ? നമ്മൾ ചെയ്ത വർക്കാണ് നമുക്ക് വേണ്ടത്. ഈ നെയിം ലിസ്റ്റ് നമ്മൾ ചെയ്തതാണ്. ഇതിനെ നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ പഠിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പോൾ അത് ഓർത്ത് വെക്കണം. ഇതിങ്ങനെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ? ഈ ഫയൽ നെയിം നമ്മളോടത്ത് എന്ത് ചെയ്തു? കണ്ടോ? ഇവിടെ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്തു കണ്ടോ? ഈ ഫയൽ മെനുവിനെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ വന്നിട്ടുണ്ടോ നോക്കുക. അപ്പോൾ എന്തായി? ആ നെയിം ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതെന്തിനാണ് സിപ്പ് ഫയൽ ചെയ്യുന്നത്? ചില ഫയലുകൾ MB ആയിരിക്കും അല്ലേ? KB ഉള്ള ഫയലുകളൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നതാണ്, മെയിലിലും പോകുന്നതാണ്, അതുപോലെ തന്നെ വാട്സപ്പിലും പോകുന്നതാണ്. പോകില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു ഫോൾഡറിലേക്ക് എന്താക്കണം? നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് കോപ്പി ചെയ്തിടുക. ഓക്കെ, അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കൂ. ഈ ഫോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സെൻഡ് ടു ക്ലിക്ക് ചെയ്യുക. സെൻഡ് ടു ക്ലിക്ക് ചെയ്തിട്ട് കംപ്രസ്ഡ് സിപ്പ് ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ഇത് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഈ ഫയൽ മെനുവിൻ്റെ ഒരു ഫോൾഡറിൻ്റെ ഒരു കോപ്പി ഇവിടെ വന്നിട്ടുണ്ടാകും, സിപ്പായിട്ട് വന്നിട്ടുണ്ടാകും. ഓക്കെ, വിൻറാർ എന്നാണ് ഇതിനെ പറയുന്നത്. ബുക്ക് പോലെ വന്ന് കിടണ്ടോ? അതുപോലെ. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ കുറച്ചും കൂടി നമുക്ക് MB ഒക്കെ കുറയും, അത് KB പോയിട്ടുണ്ടാകും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വാട്സപ്പിലേക്കോ മെയിൽ അയക്കാനോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ആ മെയിലിലേക്കോ ഇതിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പോൾ ഈ പോകാത്ത ഫയൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. എങ്ങനെ ചെയ്യണം? ഫോൾഡറിലേക്ക് കയറ്റിയിടുക. ഫോൾഡറിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെൻഡ് ടു ക്ലിക്ക് ചെയ്യുക. എന്താണ്? കംപ്രസ്ഡ് സിപ്പ് ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ? അങ്ങനെ ആയിട്ടുള്ള ഫയലാണ്. ഇങ്ങനെയാണ് വന്ന് കിടക്കുന്നത് കേട്ടോ. കാണുന്നില്ല ഇതുപോലെ കേട്ടോ. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാനുണ്ട്. എങ്ങനെയാണ് ഒരു വേർഡ് എടുക്കുന്നത്, എക്സൽ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിന്നാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. കണ്ടോ? ഈ സ്റ്റാർട്ട് കണ്ടോ? ടാസ്ക് ബാറിൽ ഏറ്റവും അടിയിലുള്ള ബാറിനെ എന്ന് പറയുക ടാസ്ക് ബാർ. അവിടെ നിന്ന് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഗ്രാം, നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എടുക്കുന്നത് അല്ലേ? എല്ലാതെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ സ്ക്രീനിൽ വെക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് ന്യൂ ക്ലിക്ക് ചെയ്യുക. എന്താണ് ന്യൂ? എല്ലാത്തിനും ന്യൂ തന്നെയാണ്. അപ്പോൾ എന്താവും? ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. നമ്മൾ എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ വന്ന് കിടക്കില്ല, അത് ആഡ് ആക്കണം. ഏതിലേക്ക്? അത് ആഡ് ആക്കണം. ആ പ്രോഗ്രാം ആഡ് ചെയ്താൽ മാത്രമേ ഏതിലേക്ക് വരുള്ളൂ? ഈ ബോക്സിലേക്ക് വരുള്ളൂ. അപ്പോൾ ആഡായ സംഭവങ്ങളാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂ എടുത്തതിന് ശേഷം ഇത് കൊടുക്കണം. മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇവിടെ കിടക്കുന്നുണ്ടോ? വേർഡ് കാണുന്നില്ല, ഓഫീസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. കണ്ടോ? ഇവിടെയാണ് ഇങ്ങനെ ഐക്കണായിട്ട് വരും. കണ്ടോ?
അത് വളരെ എളുപ്പമാണ് അല്ലേ, ഐക്കണായിട്ട്. അപ്പോൾ നമുക്ക് കാണാത്തതുണ്ടെങ്കിൽ ഇതിവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാത്തതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലെയിൻ്റെ അവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ കൊടുത്തിട്ട് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ പേജ് മേക്കർ കണ്ടോ അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്ത് തോന്നുന്നു, ആ പ്രോഗ്രാം ഇവിടെ സേവായി. ഇനി ഈ പ്രോഗ്രാം ഡബിൾ ക്ലിക്ക് ചെയ്താൽ കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്താവും, ഇത് ഓപ്പൺ ആകും, ഈ പ്രോഗ്രാം ഓപ്പൺ ആകും. ഇതുപോലെ തന്നെയാണ് എല്ലാ പ്രോഗ്രാമും ഡബിൾ ക്ലിക്ക് ചെയ്ത് എടുക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ. ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.